ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ സ്വന്തം പരമ്പര പത്രമാറ്റിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ നടക്കാൻ പോകുന്നത് തീ പാറുന്ന സംഭവ വികാസങ്ങളാണ്. അഭിയുടെയും ജലജയുടെയും കള്ളക്കളികൾ ഓരോന്നായി നവ്യ പൊളിച്ചെടുക്കുന്നതും തറവാടിനെ ചതിക്കാൻ കൂട്ടുന്ന അവന്തികയുടെയും നാഗേന്ദ്രന്റെയും യഥാർത്ഥ മുഖം വെളിച്ചത്ത് വരുന്നതും കാണാൻ ഇനി ദിവസങ്ങൾ മാത്രം. എല്ലാ കള്ളത്തരം കാണിച്ചവർക്കും അർഹിക്കുന്ന ശിക്ഷ കിട്ടുന്ന ആ തകർപ്പൻ എപ്പിസോഡുകളാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ അധികാരം ഇന്ന് അനിയുടെ കൈകളിലാണെങ്കിലും ആ കസേരയിൽ ഇരിക്കുമ്പോൾ ആദർശേട്ടന്റെ അഭാവം അനിയെ വല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു. ബിസിനസ് തിരക്കുകൾക്കിടയിലും തന്റെ ജ്യേഷ്ഠന്റെ ഓർമ്മകൾ ഒരു നിഴല് പോലെ അവനെ പിന്തുടർന്നു. എന്നാൽ അവിടെ കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല. ബിസിനസ് രഹസ്യങ്ങൾ ചോരുന്നുണ്ടെന്നും ആരോ ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അനിക്ക് സംശയം തോന്നി തുടങ്ങുകയാണ്. ഒരിക്കൽ അപ്രതീക്ഷിതമായി ക്യാബിനിലേക്ക് കയറി ചെന്ന് അനി കണ്ടത് തന്റെ സിസ്റ്റത്തിൽ എന്തോ ധൃതി പിടിച്ച് ചെയ്യുന്ന അവന്തികയെയാണ്. അങ്ങനെ പിന്നെ പരിഭ്രമത്തോടെ സിസ്റ്റം ഓഫാക്കി മാറാൻ ശ്രമിച്ച അവന്തികയെ അനി ചോദ്യം ചെയ്യുന്നു. എന്റെ അനുവാദമില്ലാതെ നീ എന്തിനാണ് എന്റെ ക്യാബിനിൽ കയറി മെയിൽ അയക്കുന്നത് എന്ന അനിയുടെ ചോദ്യത്തിന് സഹായ മനസ്കതയോടെ ചെയ്തതെന്നായിരുന്നു അവന്തികയുടെ മറുപടി. എന്നാൽ അനി വിട്ടുകൊടുത്തില്ല. ഇത് MDയുടെ സീറ്റാണ്, ഇവിടെ അനാവശ്യമായി ആരും ഇടപെടണ്ട എന്നിങ്ങനെ കർശനമായി പറഞ്ഞ അനി അവന്തികയുടെ ഈ നീക്കങ്ങളിൽ വലിയൊരു അപകടം മണക്കുന്നുണ്ടെന്നും ജ്വല്ലറിയെ രക്ഷിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് അവന്തിക വാദിക്കുമ്പോഴും ആ വാക്കുകളിലെ കള്ളത്തരം അനിയെ ചിന്തിപ്പിക്കുകയാണ് കേട്ടോ. അവന്തികയുടെ ഈ അപ്രതീക്ഷിത നീക്കങ്ങളിൽ സംശയം തോന്നിയ അനി അവന്തികയെ താക്കീത് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ സംശയമുണ്ടെങ്കിൽ മുത്തച്ഛനോട് പോയി പറയൂ എന്ന് ധിക്കാരത്തോടെ മറുപടി നൽകിയെങ്കിലും ഉള്ളിൽ ഭയം തോന്നുന്ന അവന്തിക നേരെ എത്തിയത് അച്ഛൻ നാഗേന്ദ്രന്റെ അടുത്തേക്കാണ്. ഇവിടെ വെച്ച അവന്തിക നാഗേന്ദ്രനോട് പറയുകയാണ്, ഈ അനിയുണ്ടല്ലോ ആദർശിനേക്കാൾ അപകടകാരിയാണ്. തന്റെ ഓരോ നീക്കവും അവൻ നിരീക്ഷിക്കുന്നുണ്ടെന്നും അവൾ നാഗേന്ദ്രനോട് വെളിപ്പെടുത്തി. ബിസിനസ് രഹസ്യങ്ങൾ ചോർത്താനുള്ള തന്റെ ശ്രമങ്ങൾ അനി തടയുന്നതിൽ അവന്തികയ്ക്കും നാഗേന്ദ്രനും വല്ലാത്ത ദേഷ്യം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അനന്തപുരി തറവാട്ടിലെ ഓരോരുത്തരും തകരുന്നത് കാണണം. മാത്രമല്ല നന്ദുവിനോടുള്ള അനിയുടെ ഇഷ്ടം തകർക്കുമെന്നും അവർ ശപഥം ചെയ്യുകയാണ്. പിന്നീട് ഓഫീസിലെ സിസ്റ്റം പരിശോധിച്ച എനിക്ക് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത്. ജ്വല്ലറിയിലെ അതീവ രഹസ്യമായ ഡീലുകളും ബിസിനസ് പ്ലാനുകളും മറ്റാരോ ചോർത്തുന്നുണ്ടെന്ന് അനി ഉറപ്പിക്കുകയാണ്. ഈ വിവരങ്ങളുമായി അനി നേരെ ആദർശിനെയും നയനയും കാണാൻ എത്തുകയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ചതിച്ചാൽ പിന്നെ രക്ഷയില്ല എന്ന ആദർശ് അനിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ അവന്തികയെ സംശയിക്കുന്നു എന്ന് അനി പറഞ്ഞപ്പോൾ നയനയ്ക്കത് വിശ്വസിക്കാനായില്ല. വീട്ടിലെല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന അവന്തിക ഇത്തരമൊരു ചതി ചെയ്യുമെന്ന് നയന ഒരിക്കലും കരുതുന്നില്ല. എങ്കിലും MDയുടെ ക്യാബിനിൽ അനുവാദമില്ലാതെ കയറി വിവരങ്ങൾ ചോർത്തുന്നത് അത് ആരായാലും തെറ്റാണെന്നും ഇക്കാര്യം നീ മുത്തശ്ശനെ അറിയിക്കണമെന്നും നയനയും ആദർശും കൂടെ അനിയോട് പറയുകയാണ്. വീട്ടിലെത്തിയ അനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുത്തച്ഛനോട് സംസാരിക്കുകയാണ്. മുത്തച്ഛ, ആദർശേട്ടൻ ഇരുന്ന കസേരയിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഒരു വിലയുമില്ല. എന്റെ അനുവാദമില്ലാതെ എന്റെ ക്യാബിനിൽ കയറി രേഖകൾ നോക്കാൻ ഇവൾക്ക് ആരാണ് അനുവാദം കൊടുത്തത്? ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അനി തന്നെ പറ്റി ഇത്രയും പറയുമെന്ന് ഏതായാലും അവന്തിക കരുതിയില്ല. പക്ഷെ വിട്ടുകൊടുക്കാൻ അവന്തികയും തയ്യാറല്ലായിരുന്നു. ഉടനെ ഒരു കരച്ചിൽ നാടകം അങ്ങ് തുടങ്ങി. മുത്തശ്ശ, ഞാൻ നിരപരാധിയാ. ജ്വല്ലറിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതിയാണ് ഞാൻ സഹായിക്കാൻ നോക്കിയത്. വെറുതെ സംശയിച്ച് എന്നെ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തുകയാണോ അനിയേട്ട എന്ന് പറഞ്ഞ് അവന്തിക നല്ല ഒന്നാന്തര അഭിനയം അങ്ങ് കാഴ്ചവെച്ചു. ഏതായാലും മുത്തച്ഛൻ ഇടപെട്ട് തൽക്കാലം ആ സീൻ അവിടെ ഒതുക്കി തീർത്തു. പക്ഷേ പ്രശ്നം അവിടം കൊണ്ടും തീർന്നില്ല. അനിയുടെ ഈ ഉറച്ച സംശയം കണ്ടപ്പോ ആദർശനും നയനയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുകയാണ്. അനി വെറുതെ ഒരാളെ കുറ്റം പറയില്ല. അവന്തികയുടെ ഉള്ളിൽ എന്തോ വലിയ കള്ളത്തരം ഉണ്ടെന്ന് അവരും ഇപ്പൊ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം മറുഭാഗത്ത് മാളവിക കളക്ഷൻസ് എന്ന പുതിയ ബ്രാൻഡിലൂടെ വിപണി പിടിച്ചെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡേവിഡ്. വിഷു വിപണി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾക്കിടെ ഡേവിഡ് ഒരു ഞെട്ടിക്കുന്ന രഹസ്യം മാളവികയോട് വെളിപ്പെടുത്തുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സ്ഥാപനത്തിന്റെ വെറും ഒരു ബിനാമി മാത്രമാണ്. ഇതിന് പിന്നിൽ അദൃശ്യരായ ചില വമ്പൻ സ്രാവുകളുണ്ടെന്ന് ഡേവിഡ് തുറന്നു പറയുകയാണ്. പുറം ലോകത്തിന് മുന്നിൽ വരാൻ കഴിയാത്ത ആ മാസ്റ്റർ ബ്രെയിനുകളുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇനിയുള്ള ഡിസൈനുകൾ തയ്യാറാക്കേണ്ടതെന്ന് ഡേവിഡ് മാളവികയ്ക്ക് നിർദ്ദേശം നൽകുകയാണ്. നയനയുടെ ഗർഭാവസ്ഥയും ആദർശിന്റെ മാറ്റവും കാരണം നയനാസ് കളക്ഷൻസ് ഇത്തവണ നിർജീവമാകുമെന്നും ഈ അവസരം മുതലെടുത്ത് മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കണമെന്നുമാണ് ഇവരുടെ ഗൂഢാലോചന. ഈ വിവരങ്ങൾ ആദർശും നയനയും അറിയുന്നതോടെ തങ്ങൾ സംശയിച്ചതെല്ലാം ശരിയാണെന്ന് തന്നെ അവർ തിരിച്ചറിയുകയാണ്. അങ്ങനെ AN ജ്വല്ലറി എന്ന സാമ്രാജ്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ യഥാർത്ഥ മുഖത്തെ പുറത്തു കൊണ്ടുവരാൻ ആദർശും നയനയും ചേർന്നൊരുക്കിയ ചാണക്യതന്ത്രം ബലം കാണുകയാണ്. ഡേവിഡ് വെറും ഒരു കളിപ്പാവ് മാത്രമാണെന്നും യഥാർത്ഥ സൂത്രധാരൻ മറ്റാരോ ആണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആദർശ് തന്റെ അടുത്ത നീക്കം നടത്തുന്നത്. പിന്നീട് സിഖ് വേഷധാരിയായ ജഗദീപ് സിംഗായി ആദർശ് വീണ്ടും കളത്തിലിറങ്ങുകയാണ്. ഡേവിഡിനെ കണ്ട് ഒരു വമ്പൻ ബിസിനസ് ഡീൽ മുന്നോട്ട് വയ്ക്കുന്ന ജഗദീപ് സിംഗ് ഒരു നിബന്ധന കൂടെ വയ്ക്കുന്നു. കോടികളുടെ ഈ ഇടപാട് നടക്കണമെങ്കിൽ ജ്വല്ലറിയുടെ യഥാർത്ഥ MDയെ തനിക്ക് നേരിട്ട് കാണും. ആദർശിന്റെ ഈ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഡേവിഡിന് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരികയാണ്. താനല്ല ഇവിടുത്തെ അവസാന വാക്കുന്നു, തനിക്ക് പിന്നിൽ വലിയൊരു ശക്തിയുണ്ടെന്നും ഡേവിഡ് സമ്മതിച്ചു കൊടുക്കുന്നു. താമസിയാതെ ആ യഥാർത്ഥ ഉടമയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ഉറപ്പാക്കുന്നതോടെ ആദർശ് തന്റെ ലക്ഷ്യത്തിലേക്ക്
ഒരു പടി കൂടി അടുക്കുകയാണ്. ഇവിടെ അനന്തപുരി തറവാട്ടിലാണെങ്കിൽ നവ്യയും അഭിയും ജലജയും തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. അഭി അവിടെ വെറും ഒരു ആശ്രിതനായി കഴിയുന്നതിൽ നവ്യയ്ക്ക് വലിയ അമർഷമുണ്ട്. അഭി, നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ആരുടെയും വിലയില്ലാതെ കഴിഞ്ഞുകൂടുന്നത്? നിനക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇവിടെ ആരും തരുന്നില്ല. എന്നാൽ പുറത്ത് AN ജ്വല്ലറിക്കാർ നിന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഡേവിഡ് സാർ നിനക്ക് ആ ജ്വല്ലറിയുടെ പൂർണ്ണ ചുമതല നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടും നീ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? ജലജയും നവ്യയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അഭിയുടെ മനസ്സ് നിറയെ ആധിയാണ്. താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ തറവാട്ടിലെ രഹസ്യങ്ങൾ ദേവയാനി പരസ്യമാക്കുമെന്ന് അഭി ഭയപ്പെടുന്നു. ചന്തമോൾ തന്റെ കുഞ്ഞാണെന്ന സത്യം നവ്യ എങ്ങാനും അറിഞ്ഞാൽ എല്ലാം തകരുമെന്ന് അഭിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സ്വത്ത് വിഭജനം എന്നൊരു പുതിയ അടവ് അഭി നവ്യയ്ക്ക് മുന്നിൽ പ്രയോഗിക്കുന്നു. നവ്യേ, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഈ തറവാട്ടിലെ കോടികളുടെ സ്വത്തിൽ എനിക്കും അമ്മയ്ക്കും വലിയൊരു പങ്കുണ്ട്. ഇപ്പൊ ഇറങ്ങിപ്പോയാൽ ആ അവകാശങ്ങളെല്ലാം നമുക്ക് നഷ്ടമാകും. അല്പം കൂടെ ക്ഷമിച്ചാൽ ആ സ്വത്തുക്കൾ കൈക്കലാക്കി നമുക്ക് അഭിമാനത്തോടെ ഇവിടുന്ന് പോകാം. എന്നാൽ നവ്യ ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ആദർശനും നയനയ്ക്കും മാത്രമേ മുത്തശ്ശൻ സ്വത്ത് നൽകുകയുള്ളൂ എന്നവൾ അഭിയെ പരിഹസിക്കുന്നു. അതേസമയം നയനയെ കണ്ട് മടങ്ങുമ്പോൾ കനകയുടെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടം ഇരച്ചു കയറുകയായിരുന്നു. ഒരു വശത്ത് തന്റെ നയന സമാധാനമായി ജീവിക്കുന്നത് കാണുമ്പോൾ അതിൽ സന്തോഷമുണ്ടെങ്കിലും മറുവശത്ത് അഭിയുടെയും ജലജയുടെയും കുടിലതന്ത്രങ്ങളിൽ കുടുങ്ങി നശിക്കുന്ന നവ്യയുടെ കാര്യം ഓർത്തപ്പോൾ കനകയുടെ നെഞ്ചു നേറി. അഭിയുടെ വാക്കും കേട്ട് വീട്ടിലെ മുതിർന്നവരെ പോലെ ബഹുമാനിക്കാതെ നടക്കുന്ന മകളെ കാണുമ്പോൾ കനകയ്ക്ക് ഇനി ഒന്നും കാട്ടില്ലെന്ന് നടിക്കാൻ വയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ നവ്യയെ സത്യം എന്താണെന്ന് അറിയിച്ചു തന്നെ തീരണമെന്ന വലിയൊരു തീരുമാനത്തിലേക്കാണ് കനക അപ്പോൾ എത്തിയത്. നയന പേടിയോടെ പലതവണ അതിന് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും തന്റെ മകൾ ഇനിയും ചതിയിൽപ്പെടുന്നത് നോക്കി നിൽക്കാൻ കനകയ്ക്ക് കഴിഞ്ഞില്ല. ആ വീടിന്റെ പടിയിറങ്ങുമ്പോൾ കനകയുടെ മനസ്സിൽ നവ്യയോട് പറയേണ്ട കാര്യങ്ങളുടെ വലിയൊരു ഭാരമുണ്ടായിരുന്നു. സത്യം എങ്ങനെയെങ്കിലും നവ്യയോട് പറയണമെന്ന് ഉറച്ച തീരുമാനമായിട്ട് കനക യാത്ര തുടർന്നു. അവസാനം അഭിയുടെ തനിനിറം മുഴുവൻ നവ്യയുടെ മുന്നിൽ അഴിഞ്ഞു വീഴുകയാണ്. താൻ ഇത്രയും നാളും വിശ്വസിച്ച അഭി വെറും ഒരു ചതിയനാണെന്നും ചന്തുമോൾ അവന്റെ കുഞ്ഞാണെന്നും കനകയുടെ നാവിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ നവ്യ ശരിക്കും തകർന്നുപോയി. ഇനി കള്ളങ്ങൾ പറഞ്ഞ് തന്നെ പറ്റിക്കാൻ നോക്കേണ്ടെന്ന് അഭിയുടെ മുഖത്ത് നോക്കി പറയുന്ന നവ്യ DNA ടെസ്റ്റ് നടത്തി സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് തന്നെ വെല്ലുവിളിക്കുന്നു. അഭിയുടെ കാര്യവും അധോഗതിയായി. അഭിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണതോടെ ജലജയും അഭിയും ആകെ പെട്ടുപോയ അവസ്ഥയിലാകുന്നു. അതേസമയം നയനയുമായി ചേർന്ന് തയ്യാറാക്കിയ ഏറ്റവും പുതിയ ഡിസൈനുകളുമായി മാളവിക തന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. കമ്പനിയുടെ ഉന്നതരെ കണ്ട് ഈ ഡിസൈനുകൾ ബോധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാളവിക ഹോട്ടലിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ ആദർശ് നൽകിയ മുന്നറിയിപ്പ് മാളവികയുടെ മനസ്സിലുണ്ട്. അതായത് AN ജ്വല്ലറിലുള്ളവർ അത്ര നിസ്സാരക്കാരല്ല. ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെ വേണം. ശത്രുക്കളുടെ നീക്കങ്ങൾ രഹസ്യമായി തന്റെ ഫോണിൽ പകർത്താമെന്ന് ഉറപ്പോടെ മാളവിക അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. തുടർന്ന് ഡേവിഡിനോടൊപ്പം ഹോട്ടൽ മുറിയിലെത്തിയ മാളവികയെ കാത്തിരുന്നത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു കാഴ്ചയായിരുന്നു. മുറിയുടെ വാതിൽ തുറന്നത് മറ്റാരുമല്ല, അവന്തികയായിരുന്നു. അങ്ങനെ ഹോട്ടൽ മുറിയിൽ മാളവികയെ നാഗേന്ദ്രനും അവന്തികയും കൂടെ എതിരേൽക്കുകയാണ്. അവിടെ വെച്ച് നാഗേന്ദ്രൻ തന്റെ യഥാർത്ഥ സ്വത്തും വെളിപ്പെടുത്തുകയാണ്. താനാണ് ബിസിനസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ MD എന്നും ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് താൻ നിഴലിലായി തുടരുന്നെന്നും അയാൾ മാളവികയോട് പറയുന്നു. തന്റെ മുഖം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണെന്നും നാഗേന്ദ്രൻ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ മാളവിക കൊണ്ടുവന്ന ഡിസൈനുകൾ കണ്ട് അവന്തിക ആശ്ചര്യപ്പെടുകയാണ്. നയനയുടെ ഡിസൈനുകളോട് കിടപിടിക്കുന്ന ഈ സൃഷ്ടികൾ വരാനിരിക്കുന്ന വിഷു വിപണി കീഴടക്കുമെന്ന് അവന്തിക ഉറച്ചു വിശ്വസിക്കുന്നു. ജ്വല്ലറിയിലൂടെ കൊള്ളലാഭം കഴിയാനുള്ള ആവേശത്താൽ ഇപ്രാവശ്യത്തെ വിഷു നമ്മൾ പൊളിക്കുമെന്നെല്ലാം അവന്തിക പറയുന്നുണ്ട്. മാളവികയാകട്ടെ തനിക്ക് പുതിയ നിർദ്ദേശങ്ങൾ നാഗേന്ദ്രനും അവന്തികയും നൽകുമ്പോൾ അവരറിയാതെ മാളവിക തന്റെ ഫോണിൽ അതീവ രഹസ്യമായി അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു. വിജയശ്രീ ലാളിതയായി മടങ്ങിയെത്തിയ മാളവിക നേരെ ആദർശിന്റെയും നയനയുടെയും അടുത്തേക്കാണ് എത്തിയത്. താൻ പകർത്തിയ ആ വീഡിയോ ദൃശ്യങ്ങൾ ആദർശിന് മുന്നിൽ വെക്കുകയാണ് കേട്ടോ. AN ജ്വല്ലറിയുടെ പിന്നിലെ യഥാർത്ഥ ബുദ്ധികേന്ദ്രങ്ങളെ താൻ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് മാളവിക താൻ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ ആദർശിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആ വീഡിയോ കണ്ട ആദർശാകട്ടെ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോവുകയാണ്. താൻ ഇത്രയും കാലം തിരഞ്ഞുകൊണ്ടിരുന്ന ആ ശത്രു ഇത്ര അടുത്തുണ്ടായിരുന്നു എന്ന സത്യം ആദർശിനെ ഞെട്ടിക്കുകയാണ്. മാളവിക കൊണ്ടുവന്ന ആ ദൃശ്യങ്ങൾ ഒരു സ്ഫോടനത്തോടെയാണ് ആദർശിന്റെയും നയനയുടെയും മുന്നിൽ പതിച്ചത്. AN ജ്വല്ലറിയുടെ നിഗൂഢമായ അധികാരത്തിന് പിന്നിൽ ഒളിച്ചിരുന്ന ആ മുഖം നാഗേന്ദ്രന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആദർശിന്റെ ഉള്ളിൽ വർഷങ്ങൾ പഴക്കമുള്ള കനലുകൾ വീണ്ടും എരിഞ്ഞു തുടങ്ങി. വീഡിയോ കണ്ട ആദർശ് ഞെട്ടലോടെ നയനയും വിളിക്കുന്നു. അവിടെ തെളിഞ്ഞത് വെറും ഒരു ശത്രുവല്ല, മറിച്ച് അനന്തപുരി തറവാട്ടിൽ നിന്ന് മുത്തശ്ശൻ പണ്ട് പുറത്താക്കിയ ജലജയെ ഉപേക്ഷിച്ചു പോയ നാഗേന്ദ്രൻ എന്ന വഞ്ചകനായിരുന്നു. കൂടെയുള്ളത് സ്വന്തം അച്ഛന്റെ ക്രൂരതയ്ക്ക് കൂട്ടു നിൽക്കുന്ന അവന്തികയെ. ഇത്രയും കാലം കുടുംബത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റി സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞു നിന്ന അവന്തിക ശരിക്കും നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വന്ന വിഷപ്പാമ്പായിരുന്നുവെന്ന് ആദർശും നയനയും തിരിച്ചറിയുകയാണ്. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കണ്ണിലൂണി എന്ന് നടിച്ചുകൊണ്ട് അവൾ മൂർത്തീസ് ജ്വല്ലറിയിലെ ഓരോ രഹസ്യങ്ങളും ചോർത്തി കൊടുക്കുകയായിരുന്നുവെന്ന് ആദർശും നയനയും മനസ്സിലാകുന്നു. പിന്നീട് ആദർശിന്റെ ഉള്ളിലെ ദേഷ്യം
സങ്കടത്തിന് വഴിമാറി. വിഷമിച്ചിരിക്കുന്ന ആദർശിനോട് നയന ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആദർശേട്ടാ വിഷമിക്കുന്നത്? സത്യം പുറത്തു വന്നില്ലേ എന്ന് ചോദിച്ച് നയന ആദർശിന്റെ തോളിൽ കൈവച്ചപ്പോൾ ആദർശ് നയനയുടെ മുഖത്തേക്ക് നോക്കി. ആദർശിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഞാൻ തിരഞ്ഞ ശത്രു എന്റെ തൊട്ടടുത്ത്, എന്റെ കൊച്ചനിയത്തിയെ പോലെ ഞാൻ സ്നേഹിച്ച അവന്തിക. അനിയെ സംശയിച്ചപ്പോൾ അവൾ മാറി നിന്ന് ചിരിച്ചിട്ടുണ്ടാവും. മുത്തശ്ശൻ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ ഉള്ളിൽ സന്തോഷിച്ചിട്ടുണ്ടാവും. ചതിയല്ലേ നമ്മളോട് അവൾ കാണിച്ചത്? ആദർശിന്റെ വിഷമം കണ്ട് നയന ആദർശിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല ആദർശേട്ടാ, അവർക്കുള്ള ശിക്ഷ നമ്മൾ കൊടുക്കണം. ആദ്യം മുത്തശ്ശനെ എല്ലാം ബോധ്യപ്പെടുത്തണം. ഇത് കേട്ടതും ആദർശിന്റെ മുഖം പെട്ടെന്ന് മാറി. സങ്കടത്തിന് പകരം കടുത്ത പ്രതികാരം ആദർശിന്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞു. എന്നിട്ട് ആദർശ് എഴുന്നേറ്റ് പറയുകയാണ്, ഇല്ല നയനെ, ഞാൻ തകരില്ല. എന്റെ കുടുംബത്തെ തകർക്കാൻ നോക്കിയ നാഗേന്ദ്രനെയും മമതികയും ഞാൻ വെറുതെ വിടില്ല. ഞാൻ തിരഞ്ഞെടുത്ത വഴിയിൽ ഇനി അവസാന വിജയം എന്റേതായിരിക്കും. നയനയും പറയുന്നുണ്ട്, അവന്തികയുടെ ഈ ഇരട്ടത്താപ്പ് മുത്തശ്ശന്റെ മുന്നിൽ തെളിയിക്കണം. ഇനി ഒട്ടും സമയം കളയാനില്ലെന്ന് ആദർശനും നയനയ്ക്കും മനസ്സിലായി. ഇനി വെറുതെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. കാര്യങ്ങൾ നമുക്ക് മുത്തശ്ശന്റെ മുന്നിൽ തന്നെ തുറന്നു കാട്ടണം. നയനയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പ്ലാൻ റെഡിയാണ്. ആദർശേട്ടനെ മുത്തശ്ശൻ കുറ്റപ്പെടുത്തിയ ഓരോ വാക്കിനും പകരമായി അവന്തികയുടെ യഥാർത്ഥ മുഖം മുത്തശ്ശൻ നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കണം. ഒളിഞ്ഞിരുന്ന് കുറ്റം പറയാനല്ല, മറിച്ച് മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് തന്നെ അവന്തികയെ കൊടുക്കാനുള്ള നീക്കത്തിലാണ് നയന. ആദർശേട്ടന് നേരെയുണ്ടായ എല്ലാ അപമാനങ്ങൾക്കും ഇനി അവന്തിക മറുപടി പറയേണ്ടി വരുമെന്നും കാര്യങ്ങളാകെ മാറാൻ പോവുകയാണെന്നും നയന പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പഴയ ജഗദീപ് സിംഗിന്റെ വേഷത്തിൽ ആദർശ് വീണ്ടും ഹോട്ടൽ മുറിയിൽ എത്തുന്നു. അവിടെ നാഗേന്ദ്രനും അവന്തികയും ആദർശിന്റെ വേഷപ്പകർച്ച തിരിച്ചറിയാതെ ബിസിനസ് ചർച്ചകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ നയന മുത്തശ്ശനെയും കൂട്ടി അവിടെ എത്തുകയാണ്. വാതിൽ തുറന്ന നാഗേന്ദ്രൻ തന്റെ മുന്നിൽ നിൽക്കുന്ന മുത്തച്ഛനെ കണ്ട് മരവിച്ചുപോയി. ആ നിമിഷം തന്നെ ആദർശ് തന്റെ വേഷങ്ങൾ അഴിച്ചു മാറ്റി തന്റെ ശരിയായ രൂപം വെളിപ്പെടുത്തുന്നു. താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച കൊച്ചുമകൾ ചതിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ മുത്തച്ഛനാകട്ടെ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. നീ നിന്റെ അമ്മയും ഏട്ടനെയും തള്ളിപ്പറഞ്ഞ് എന്റെ കൂടെ നിന്നത് ഈ വഞ്ചനയ്ക്കായിരുന്നു എന്ന് ചോദിച്ച് മുത്തച്ഛൻ അവന്തികയെ വിചാരണ ചെയ്യുകയാണ്. അങ്ങനെ അന്നം തന്ന കുടുംബത്തെയും വളർത്തി വലുതാക്കി മുത്തച്ഛനെയും ഒറ്റുകൊടുത്ത് തന്റെ അച്ഛന്റെ കൂടെ ചേർന്ന് ജ്വല്ലറി തകർക്കാൻ ശ്രമിച്ച അവന്തികയ്ക്കും നാഗേന്ദ്രനും മുത്തച്ഛൻ കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകുകയാണ്. അനന്തപുരി തറവാടിന്റെ അഭിമാനം തകർക്കാൻ വന്നവരുടെ പതനം അവിടെ പരിപൂർണമാവുകയാണ്.